ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ ആന്റി കൺവേർഷൻ ബിൽ അഥവാ മതപരിവർത്തന വിരുദ്ധ നിയമം അവതരിപ്പിച്ചതിനു ശേഷം ഇപ്പോഴിതാ മറ്റൊരു BJP ഭരിക്കുന്ന സംസ്ഥാനം കൂടെ ഈ നിയമവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അത് രാജസ്ഥാനാണ്. രാജസ്ഥാനിലാണ് ഇനി നിർബന്ധിത മതപരിവർത്തനം നടത്തിയാൽ അത് കുറ്റകരമാകുന്ന വലിയ നിയമം വരാനായിട്ട് പോകുന്നത്. ഈ പുതിയ ബില്ലിൽ സുപ്രധാനമായിട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമപരമായി മതം മാറാൻ ആഗ്രഹിക്കുന്ന ആൾ അങ്ങനെ അയാൾക്ക് മാറാൻ യാതൊരുവിധ തടസ്സവുമില്ല. അങ്ങനെയുള്ള 60 ദിവസം മുമ്പ് കളക്ടറിന്റെ മുമ്പിൽ ഹാജരായി ഈ കാര്യം അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ വ്യവസ്ഥ. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കുറയ്ക്കുന്നതിനും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ ബില്ലിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ നിയമത്തിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. പോരാത്തതിന് ഇനി മതപരിവർത്തനത്തിന് വിശദമായ നടപടിക്രമങ്ങളും ആ ബില്ലിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് മതം മാറ്റ ചടങ്ങിന് 1 മാസം മുമ്പ് കളക്ടറെ കണ്ട് വിവരമറിയിക്കണം. ഇതിന് പുറമെ മതം മാറിയാലും 60 ദിവസത്തിനകം ബന്ധപ്പെട്ട വ്യക്തി സത്യവാങ്മൂലം നൽകിയിരിക്കണം. മതപരിവർത്തനത്തിന്റെ സുതാര്യതയും നിയമസാധുതയും സർക്കാർ ഉറപ്പുവരുത്തും. ബില്ല് പ്രകാരം ഒരാൾ നിർബന്ധിച്ചോ പണം നൽകിയോ വിവാഹം കഴിച്ചാൽ കുടുംബ കോടതിക്ക് അത്തരം വിവാഹങ്ങൾ റദ്ദാക്കാം എന്നുള്ളതാണ് സുപ്രധാനമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഇതിനു പുറമെ സ്ത്രീയോ പ്രായപൂർത്തിയാകാത്ത ആരെയുമോ മതം മാറ്റിക്കഴിഞ്ഞാൽ കുറ്റവാളിക്ക് 2 മുതൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കും. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഇഷ്ടപ്രകാരമല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കും. സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകുന്നവരുടെയും അവകാശവാദങ്ങൾ സംരക്ഷിക്കാനാണ് പ്രധാനമായും ഇത്തരത്തിലൊരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. ബില്ല് പ്രകാരം മതം മാറാനായി പ്രേരിപ്പിക്കുന്നതും നിർബന്ധിക്കുന്നതും പണം കൊടുക്കുന്നതും വിവാഹം കഴിക്കുന്ന ആൾ വിവാഹം കഴിച്ചു കഴിഞ്ഞ് മതം മാറ്റുന്നതും 2 വർഷം മുതൽ 10 വർഷം വരെ തടവ് മാത്രമല്ല 25,000 രൂപ പിഴയും ഈടാക്കാനായുള്ള കുറ്റകൃത്യമാണ് എന്ന് മനസ്സിലാകുന്നു. ഒന്നിലധികം തവണ ഈ കുറ്റം ചെയ്താൽ ഇരട്ടി ശിക്ഷ ലഭിക്കാൻ വരെ ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. കുറ്റവാളികൾക്ക് കർശനമായ ശിക്ഷ നൽകാനാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാജസ്ഥാൻ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.